മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ 100% നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത മുടി കറുക്കാനും പനങ്കുല പോലെ വളരാനും താരൻ പോകാനും അകാല നിര ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നല്ലൊരു ഓയിലാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾക്കത് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. ഏത് പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാം. നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല ഓയിലാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് കുറച്ച് മൈലാഞ്ചിയില പറിച്ചെടുക്കാം. അതുപോലെ കഞ്ഞുണ്ണിയും പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും. അതൊക്കെ നമുക്കൊന്ന് കുറച്ച് സമയം ചിലവഴിച്ചാൽ അതൊക്കെ നമുക്കൊന്ന് കണ്ടെത്താവുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്കതൊന്നും ആ കഞ്ഞുണ്ണിയൊക്കെ അറിയില്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പിലയും എടുക്കാം. എന്നാൽ നമുക്ക് നല്ല നാച്ചുറലായിട്ടുള്ള എണ്ണ റെഡിയാക്കാം. മൈലാഞ്ചിത്തേല കുറച്ചുകൂടി നമ്മളൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. ഇതാ പനിക്കൂർക്ക കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, അത് ഞാൻ വിട്ടുപോയതാണ്. കഞ്ഞിക്കൂർക്കൽ ഇതാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മളിവിടെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഉണക്കിയെടുത്തിട്ട് കട്ട് ചെയ്ത് തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഇത് മൈലാഞ്ചിയിലയാണ്. കറിവേപ്പിലയുണ്ട്. അത് കറിവേപ്പില, മൈലാഞ്ചിയില, കറിവേപ്പില, പനിക്കൂർക്ക, കഞ്ഞിക്കൂർ ഇതൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കരുത്. കഞ്ഞിക്കൂർക്കൽ കട്ട് ചെയ്ത് കഞ്ഞുണ്ണി, പനിക്കൂർക്ക, ഇത് കറിവേപ്പില, ഇത് മൈലാഞ്ചി. ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർത്താൽ പിന്നെ ഇത് പൊട്ടിത്തെറിക്കും എണ്ണയിലിട്ടാൽ. അത് ഇത്ര നമുക്ക് നല്ലൊരു വേഗം ഒന്നും മൊരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഒരുപാട് എണ്ണ അതിൽ കുടിക്കും. ഇതൊക്കെ അതൊന്ന് പൊടിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കണം. ഒന്നായിട്ടിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. ഒന്നായിട്ടിട്ട് പൊടിച്ചെടുത്താൽ പൊടിയില്ല. അപ്പോൾ അത് കുറച്ചിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതായത് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിഞ്ഞിട്ടില്ല. നമ്മുടെ മുടിയുടെ വളർച്ചക്കും താരം പോവാനും മുടി കട്ടിയോടെ വളരാനും ഇത് കഞ്ഞുണ്ണി ഇടുന്നത് നല്ലതാണ് കേട്ടോ. മുടി കറുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ കഞ്ഞുണ്ണി ഇടുന്നത്. നല്ല ഉള്ളും കിട്ടും. മുടി നല്ലോണം. അതുകൊണ്ട് ഈ കറുപ്പ് കണ്ടില്ലേ, ഈ കറുപ്പാണ് മുടിയെ കറുപ്പിക്കുന്നത്. അതുപോലെ പനിക്കൂർക്ക നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പനിക്കൂർക്ക ഇടുന്നത് കാരണം നമ്മുടെ ജലദോഷം, പനി അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഒന്ന് മാറിക്കിട്ടും. കഫക്കെട്ട്, നീർക്കെട്ട് അതൊക്കെ ഒന്ന് മാറി. അതുപോലെ മൈലാഞ്ചിയിലയും കറിവേപ്പിലയൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഈ കഞ്ഞുണ്ണി ഇടുന്നത് കാരണം നരച്ച മുടിയെ കറുപ്പിക്കൂട്ടോ. അകാല നിര ഇല്ലാതാക്കും. ഒരുപാട് കാലം മുടി നല്ല കറുത്ത നിറമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഓയിലാണ് ഇത്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതൊക്കെ 100% വിശ്വസിച്ച് നമുക്ക് തലയിൽ തേക്കാം. ഇതിന് നമ്മൾ നല്ല നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന വെളിച്ചെണ്ണ എണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ വീട്ടിലില്ലാത്തവർ എന്ത് ചെയ്യണം? മില്ലിലൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് നല്ല വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിക്കണ ഫലം ഇതിന് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര നാച്ചുറലായിട്ട് ചെയ്യണ ഫലം നമുക്ക് കിട്ടില്ല. വെളിച്ചെണ്ണയും കൂടി ഒന്ന് നന്നായി കിട്ടണം കേട്ടോ. ഇനി ചട്ടി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടായിട്ട് നമ്മൾ കട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഞങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതാണ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും തേച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഫലമുള്ള നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ഇടാതെ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ. മുടി വളരാനും നിര ഇല്ലാതാക്കാനും ഇത് ഏറ്റവും സഹായിക്കുന്നുണ്ട്. താരൻ ഉണ്ടാവില്ല. ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. നീർക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഈ പനിക്കൂർക്ക ഇടുന്നത് കാരണം. ഇതൊക്കെ കുറച്ച് സമയം നമ്മളൊന്ന് നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞെടുക്കണം. ഇതിൽ നിന്നിട്ട് ഇതിനൊക്കെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ചിലവാക്കിയ നാച്ചുറലായിട്ട് ഓയിൽ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം. ഇതൊക്കെ പൊടിച്ച് ചേർക്ക് നല്ല ഗുണം കിട്ടും. ഇതിൽ കൂടുതൽ എഫക്റ്റീവാകും. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ.
ഇത് തലയിൽ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇത് മുടിയുടെ ആരോഗ്യത്തിനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും താര ഇല്ലാതിരിക്കാനും മുടി നല്ലവണ്ണം കറുത്ത് ഇടതൂർന്ന് വളരാനും നല്ലതാണ് കേട്ടോ. എന്ത് മരുന്ന് കഴിച്ചിട്ടും ഒരു ഫലവും ഇല്ലാത്തവർ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, തീർച്ചയായിട്ടും ഫലം കാണും. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇത് നല്ലവണ്ണം ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എന്നിട്ടത് കഴുകിക്കളയണം. താരൻ പോവും, മുടി കറുക്കും. ദിവസം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഉപയോഗിക്കാം. താളി ഉപയോഗിച്ച് കഴുകിക്കളയണേ. ഇനി സോപ്പ് ഉപയോഗിക്കാൻ വീര്യം കുറഞ്ഞ സോപ്പായിരിക്കണം. സോപ്പ് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു ഗ്യാസ് ഓഫാക്കി തണുക്കാൻ വെക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കുപ്പിയിലാക്കാൻ. തണുത്തതിന് ശേഷം ഇത് നമുക്ക് ചൂടാറിയ ഒരു കുപ്പിയിലാക്കി വെക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് അരിച്ചെടുത്തൊരു കുപ്പിയിലോട്ട് മാറി. ഇതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടല്ലോ. നരക്കുന്ന മുടി കറുപ്പിക്കും. 100% ഫലമുള്ളതാണ്. ഇനി ഇപ്പം മുടി നരക്കുന്ന പ്രശ്നം തന്നെയില്ല ഈ ഓയിൽ ഉപയോഗിച്ചാൽ. ഈ കഷണ്ടി ഉള്ളവർക്കും എല്ലാവർക്കും ഇത് നല്ലതാണ്. മുടി കിളർത്ത് വരും. ഒരാഴ്ച ഒന്നും തേച്ചിട്ട് മുടി വളർന്നില്ല എന്നൊന്നും പറയരുത് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ട്. അതിനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുപ്പിയിലോട്ട് പാർന്ന് വെക്കുകയാണ്. ഒരാഴ്ച മുടി ഇത് തേച്ചിട്ട് മുടി വളർന്നില്ല എന്നൊന്നും പറയരുത്. ഇതൊരു ആഴ്ച 2 ആഴ്ച ഒക്കെ തേക്കണം. അപ്പോഴേക്കും ഇതൊക്കെ മുടി വളർന്നു വരുള്ളൂ. മുടിയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഇത് കഴുകിക്കളയണം കേട്ടോ.